ഇനി നിങ്ങൾക്ക് ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് എങ്ങനെ വണ്ടി തിരിഞ്ഞു കയറാം, ഇടത് വലത് തിരിഞ്ഞു കയറാമെന്നുള്ളത് വണ്ടി ഓടിച്ച് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇനി അത്യാവശ്യം തിരക്കുള്ള ഒരു ടീ റോഡാണ് നിങ്ങളെ കാണിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് കാർ ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു സിറ്റുവേഷനെ കുറിച്ചാണ്. അതായത് ഒരു വണ്ടി ടീ റോഡിലേക്ക് ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കുക. ടീ റോഡ് എന്ന് പറയുന്നത് നിസ്സാരമായി കാണരുത്. ഒരു തിരക്കുള്ള മെയിൻ റോഡിലേക്ക് നമ്മുടെ വണ്ടി ഒരു വീതി കൂടിയ റോഡോ അല്ലെങ്കിൽ പോക്കറ്റ് റോഡിൽ നിന്നോ ലെഫ്റ്റോ റൈറ്റോ ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ എങ്ങനെ കാർ ഓടിക്കാം, അപ്പൊ ഇതെങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് എങ്ങനെ വണ്ടി തിരിഞ്ഞു കയറാം, ഇടത് വലത് തിരിഞ്ഞു കയറാമെന്നുള്ളത് വണ്ടി ഓടിച്ച് കൃത്യമായിട്ട് കാണിച്ചു തരാം. അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അതിന് 2 ടീ റോഡിന്റെ മാതൃകകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഒന്ന് ഒരു തിരക്കുള്ള റോഡാണ്. ഈ റോഡിൽ എല്ലാ ഭാഗത്തു നിന്നും വണ്ടികൾ വരുന്നുണ്ടാവും. നമുക്ക് ഇങ്ങനെയുള്ള റോഡിൽ ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞു കയറണം. ഇനി രണ്ടാമത് കാണുന്നത് വില്ലേജ് ടീ റോഡാണ്. വില്ലേജ് ടീ റോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിരക്കുള്ള റോഡിനെ അപേക്ഷിച്ച് റോഡിന് വീതി കുറവുള്ള റോഡായിരിക്കും. അപ്പോൾ തിരിഞ്ഞു കയറുന്ന റോഡും വീതി കുറവുള്ള റോഡായിരിക്കും. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകളും നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യവും ആദ്യം ഒന്ന് പറയാം. കോമൺ ആയിട്ട് ഒരു ബിഗിനറിന് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി ഒരു ടീ റോഡിൽ നിന്ന് ഉദാഹരണം പറയാം, നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കയറണം. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കയറുന്ന സന്ദർഭങ്ങളിൽ എവിടെ വന്നിട്ട് വണ്ടി തിരിയണമെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. അതായത് വണ്ടിയുടെ ഭാഗം എവിടെ വന്നിട്ട് തിരിയണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വണ്ടിയുടെ അതായത് കോ ഡ്രൈവർ സീറ്റിനോട് വരുന്ന ഈ സെക്കൻഡ് ഡോറിൻ്റെ ഈ ഒരു പകുതി ഭാഗം നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന, ഇപ്പോൾ ഉദാഹരണം പറയാം, നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ റോഡിൻ്റെ ഈ ഒരു എൻഡ് ഭാഗത്ത് നമ്മുടെ വണ്ടിയുടെ ഡോറിൻ്റെ പകുതി എത്തിയാൽ ഉടൻ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു സൈഡിലൊന്നും തട്ടാതെ വണ്ടി നമുക്ക് തിരിഞ്ഞ് കയറാനായിട്ട് സാധിക്കും. ഇനി തിരിഞ്ഞ് കയറുമ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, വണ്ടിയുടെ വേഗത ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയുടെ വേഗത കൂടുതലാകുന്നത് കൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് ഒടിച്ചു പിടിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണം ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു പിടിച്ചിരിക്കും. അപ്പം നമ്മുടെ വണ്ടി വേഗത്തിൽ കയറുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിരിഞ്ഞ റോഡിലേക്ക് കയറിയിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ടുള്ള ലേറ്റൻസി വരുന്നത് കൊണ്ട് തന്നെ വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് ഈ ഒരു ഡയറക്ഷനിലേക്ക് വന്നിട്ട് അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ തിരിഞ്ഞു കയറുമ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വില്ലേജ് റോഡിലായിക്കോട്ടെ തിരക്കുള്ള റോഡിലായിക്കോട്ടെ, നിങ്ങളുടെ ഒരു കാല് ക്ലച്ചിലും മറ്റേ കാല് ആക്സിലറേറ്റർ പെഡലും വെച്ച് നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് ജസ്റ്റ് ആക്സിലറേഷൻ കുറച്ച് തിരിഞ്ഞു കയറുന്ന സമയത്ത് ജസ്റ്റ് ആക്സിലറേഷൻ പതിയെ കൊടുക്കുക. എന്നിട്ട് തിരിഞ്ഞ് കയറിയാൽ ഉടൻ തന്നെ സ്റ്റിയറിംഗ് നേരെയാക്കിയിട്ട് വീണ്ടും ആക്സിലറേറ്റർ കൊടുത്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി കോമൺ ആയിട്ട് നിങ്ങൾ വലത്തെ സൈഡിലേക്ക് തിരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. വലത്തെ സൈഡിലേക്ക് തിരിഞ്ഞു കയറുന്ന ടൈമിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഇങ്ങനെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു. വലത്തെ സൈഡിലേക്ക് തിരിഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡോറിൻ്റെ പകുതി ഭാഗം ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തിയതിന് ശേഷം നിങ്ങൾ ഏത് സൈഡിലേക്ക് തിരിഞ്ഞാലും ഇൻഡിക്കേറ്റർ ആദ്യം ഇടണം. നിർബന്ധമായിട്ട് അത് ഓർക്കുക. വലത്തെ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ നമ്മൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഡോറിൻ്റെ പകുതി ഭാഗം ആ ഒരു എൻഡിലെത്തിയതിന് ശേഷം, റോഡിൻ്റെ എൻഡിലെത്തിയതിന് ശേഷം നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ച് കയറിയാൽ ഉടൻ തന്നെ റോഡിൻ്റെ ഈ സെൻറ്റർ പോയിന്റിലൂടെ, അതായത് നമ്മൾ ഇടത്ത് തന്നെ ചേർന്ന് ഇങ്ങനെ കയറി ഈ ഒരു സെൻറ്റർ പോയിന്റിലൂടെ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ക്ലിയർ ആയിട്ട് വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ നോക്കുക, ഞാൻ ആദ്യത്തെ ഉദാഹരണം കാണിക്കുന്നത് ഒരു വില്ലേജ് ടീ റോഡാണ്. പക്ഷെങ്കിൽ കുറച്ച് ചലഞ്ചിങ് ആണ്. കയറ്റത്തോടു കൂടിയ ഒരു ടീ റോഡാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറ്റം മുന്നോട്ട് തുടങ്ങുന്നു. ഇപ്പോൾ അവിടുന്ന് ഒരു വണ്ടി റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞ് വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറുകയാണ്. ടീ റോഡാണ്, അതോടൊപ്പം തന്നെ കയറ്റമുണ്ട്, വീതി കുറഞ്ഞ റോഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എങ്ങനെ ഓടിക്കാം എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ആ തിരിഞ്ഞ് കയറുന്ന റോഡിൻ്റെ ഏകദേശം ആ ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മൾ
നിങ്ങളുടെ ഒരു കാല് ഇടത്തെ കാല് ക്ലച്ചിലും വലത്തെ കാല് ആക്സിലറേറ്റർ പെഡലിലും നിങ്ങൾ ജസ്റ്റ് വെച്ചേക്കുക. അതായത് ഇടത്തെ കാല് ക്ലച്ചിൽ നിങ്ങളൊന്ന് വെറുതെ വെച്ചേക്കുക. ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് ക്ലച്ച് പതിയെ താങ്ങി കൊടുക്കുക. ഒപ്പം അതിനനുസരിച്ചുള്ള ആക്സിലറേഷൻ കൺട്രോളിങ് നമ്മൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ തിരിഞ്ഞു കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വില്ലേജ് റോഡായതുകൊണ്ട് തന്നെ ഇടത്തോട്ടാണ് നമ്മൾ തിരിയേണ്ടത്. അതുകൊണ്ട് ആ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ റോഡിൻ്റെ ആ ഒരു ഭാഗം വരുമ്പോൾ നമ്മുടെ വണ്ടി കുറച്ച് വലത്തെ സൈഡിലേക്ക് വന്നിട്ട് വേണം തിരിഞ്ഞു കയറാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൈഡ് ഭാഗം സൈഡിലുള്ള ഒബ്ജക്റ്റിലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ അത് ശ്രദ്ധിച്ച് കാണുക. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിത് ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലയക്കുന്നു. ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മളിങ്ങനെ വണ്ടി എടുത്ത് വരികയാണ്. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് കയറി വരുന്നു, ചേർന്ന് തന്നെ വരികയാണ്. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. എൻ്റെ ഒരു കാല് ഞാൻ ഇടത്തെ കാല് ക്ലച്ചിലേക്ക് ഒന്ന് വെച്ചേക്കാണ്. ഇങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കയറി വരുന്നു. ഇവിടെയാണ് നമുക്ക് തിരിയേണ്ട റോഡ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ വണ്ടി കുറച്ചിങ്ങനെ വലത്തെ സൈഡിലേക്ക് വരിക. അതിനുശേഷം നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ വണ്ടി നമ്മൾ സ്ലോ ചെയ്യണം. അത് സ്ലോ ചെയ്യുന്നത് ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലുമാണ്. ഇപ്പോൾ വണ്ടി കണ്ടില്ല, ബാക്കിലേക്ക് പോകാതെ ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലുമാണ് നിൽക്കുന്നത്. അതിനുശേഷം ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് അയച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ പകുതി ഭാഗം റോഡിൻ്റെ ഈ ഒരു ഭാഗത്തും കടന്നു. അതിനുശേഷം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും മൊത്തത്തിൽ ഇടത്തെ സൈഡിലേക്ക് ഒടിച്ച് പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് അയച്ച് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് കയറുന്നു. ഒപ്പം ഞാനിത് ആക്സിലറേഷൻ കുറയ്ക്കുകയാണ്. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് അയച്ച് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി കയറി. എന്തുകൊണ്ട് ആക്സിലറേഷൻ കുറച്ചു? നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് നമുക്ക് നേരെയാക്കി കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ തിരിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്തു, ആക്സിലറേഷൻ പതിയെ കുറച്ച് സ്റ്റിയറിംഗ് നേരെയാക്കി ക്ലച്ചിൽ നിന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് കയറി. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞ സമയത്ത് ക്ലച്ച് ആക്സിലറേഷൻ്റെ ഒരു കൺട്രോളിങ്, ഹാഫ് ക്ലച്ചിൻ്റെ ഒരു കൺട്രോളിംഗ് ആണ് നമ്മളിവിടെ വണ്ടി എടുക്കാനായിട്ട് ഈ കയറ്റത്ത് ചെയ്തത്. അപ്പം അങ്ങനെ ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലും പതിയെ നിങ്ങൾ വണ്ടി നീക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ആ സെയിം റോഡിൽ തന്നെ വലത്തെ സൈഡിലേക്കാണ് നമ്മൾ തിരിഞ്ഞു കയറുന്നത്. വലത്തെ സൈഡിലേക്ക് ഈ ഒരു കയറ്റത്ത് നിന്ന് നമ്മൾ വലത്തെ സൈഡിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറുമ്പോൾ ഒരു ഇറക്കത്തോടു കൂടിയ റോഡിലേക്കാണ് നമ്മൾ തിരിഞ്ഞു കയറുന്നത്. അപ്പം നിങ്ങൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിത് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴും കൃത്യമായിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്നു. അതിനുശേഷം നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡ്, അതായത് വലത്തെ സൈഡിലേക്കുള്ള റോഡിലേക്ക് കയറുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് തന്നെ വേണം വലത്തെ സൈഡിലേക്ക് തിരിയാനായിട്ട്. അല്ലാതെ നമ്മൾ ഇവിടുന്ന് കയറിയാൽ ഉടൻ തന്നെ വലത്തെ സൈഡിലേക്ക് പോകാനായിട്ട് പാടില്ല. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഒരു കാല് ക്ലച്ചിലും മറ്റേ കാല് ആക്സിലറേറ്റർ പെഡലിലും ഉണ്ടായിരിക്കണം. ഹാഫ് ക്ലച്ചിൻ്റെ സഹായം നമ്മളിവിടെ തേടേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്നു. ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി വരികയാണ്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു. പുറകിൽ നിന്നും മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് ഞാൻ റൈറ്റ് സൈഡിലെ മിററും സെൻറ്റർ മിററിലൂടെ നോക്കുന്നു. എൻ്റെ ഇടത്തെ കാല് ക്ലച്ചിലുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ടി റോഡിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോൾ രണ്ട് സൈഡും നോക്കുന്നു, വണ്ടിയില്ല. ഇപ്പോൾ വണ്ടി ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലുമായിട്ട് വണ്ടി സ്ലോ ചെയ്തിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ട് നമ്മൾ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചതേ ഉള്ളൂ, ഒത്തിരി ഒന്നും തിരിക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ തിരിഞ്ഞ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. അതിനുശേഷം ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടിയുടെ വേഗത സ്ലോ ചെയ്ത് സ്റ്റിയറിംഗ് നേരെയാക്കിയിട്ട് ഞാനിത് റോഡിലേക്ക് ഇത്തരത്തിൽ തിരിഞ്ഞു കയറി. ഓക്കെ, അപ്പോൾ തിരിഞ്ഞു കയറുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോള് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ, തിരിഞ്ഞു കയറുന്ന റോഡിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അത്യാവശ്യം തിരക്കുള്ള ഒരു ടി റോഡാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് വലത്തെ സൈഡിലേക്ക് തിരിയാം. ഇപ്പം ഞാനൊരു കയറ്റത്തോട് കൂടിയ ഒരു ടി റോഡിലാണ് പോകുന്നത്, വീതി കൂടിയ ടി റോഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുക, പുറകിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വലത്തെ സൈഡിലേക്കാണ് തിരിയേണ്ടത്. ഞാൻ വലത്തെ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. എൻ്റെ ഒരു കാല് ക്ലച്ചിലുണ്ട്, കയറ്റത്തോട് കൂടിയ ഒരു ടി റോഡാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ കാല് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിത് ഹാഫ് ക്ലച്ച് വണ്ടി നിർത്തുകയാണ്. കാരണം ഇവിടുന്ന് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി ഞാനിത് കയറുകയാണ്. ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്, ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലും വരുന്നു. അതിനുശേഷം വലത്തോട്ട് ഞാനിത് സ്റ്റിയറിംഗ് തിരിച്ച് കയറുന്നു. ഒപ്പം തന്നെ പെട്ടെന്ന് എൻ്റെ കാല് ബ്രേക്കിലും വന്നിട്ട് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്ലോ ചെയ്തു. ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ വലത്തോട്ട് തിരിയുന്നതാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടത്. അപ്പോൾ ഇടത്തെ സൈഡിലേക്ക് തിരിയുമ്പോഴും ഈ സെയിം മെത്തേഡ് തന്നെയാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അതായത് ഇടത്തെ സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഇൻഡിക്കേറ്റർ ഇടുക. ഇടത്തെ സൈഡിലേക്ക് തിരിയുമ്പോൾ കുറച്ച് വണ്ടി വലത്തെ സൈഡിലേക്ക് വരിക എന്നുള്ളത് മാത്രം ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ തിരിഞ്ഞു കയറുന്ന റോഡിലേക്ക് കയറുമ്പോൾ ഹാഫ് ക്ലച്ചിലും ആക്സിലറേറ്ററിലും വന്ന് വണ്ടിയെ സ്ലോ ചെയ്യുക. അതിനുശേഷം മാത്രം വണ്ടിയായിട്ട് കയറാനായിട്ട് ശ്രമിക്കുക. എന്നാൽ നല്ല
നല്ല തിരക്കുകൾ കൂടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിയതിന് ശേഷം മറ്റു വണ്ടികൾ പോയതിന് ശേഷം മാത്രം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ടേൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ റൈറ്റ് സൈഡിലെ മിററും സെൻറ്റർ മിററും കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഇഷ്ടമായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.